ഗൈസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ അതിൻ്റെ സർവീസിന് കൊണ്ടുപോകണം. അന്ന് നമുക്ക് വാട്ടർ സർവീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അത് എനിക്ക് കാണിച്ചു തരാനും പറ്റിയില്ല നിങ്ങൾക്ക്. അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ഫിൽറ്ററും അന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു, അതും ഞാൻ വാങ്ങിച്ചു ഗൈസ്. നമുക്കിന്ന് ഓയിൽ ചേഞ്ച് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിന്ന് ഫിൽറ്ററും ചേഞ്ച് ചെയ്ത്, ഓയിൽ ഓൾറെഡി നമ്മൾ ചേഞ്ച് ചെയ്തു, ഫിൽറ്ററും ചേഞ്ച് ചെയ്ത് നേരെ നമുക്ക് വാഷിങ്ങിലേക്ക് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് പുതിയത് എയർ ഫിൽറ്റർ. നമ്മളിത് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ഫിറ്റ് ചെയ്തു. നമ്മുടെ ചേട്ടൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ പുതിയത്. എന്തായാലും നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓയിൽ എന്തായാലും നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടെ നിന്ന് നേരെ വണ്ടി സർവീസ് ചെയ്യാൻ പോകാം. വാട്ടർ സർവീസ് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി സർവീസ് ചെയ്യുന്ന കണ്ടില്ലല്ലോ, ഇത്തവണ നിങ്ങൾക്ക് എന്തായാലും കാണാം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ ഗായ്സ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അവിടെ പോകാം കേട്ടോ, സർവീസ് സെൻറ്ററിൽ. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, നമ്മൾ ഭയങ്കര ചൂട് കേട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂട് ഗായ്സ്. നമ്മൾ സർവീസ് ചെയ്ത് അടുത്ത സർവീസിനുള്ള ഈ സൈഡിൽ നമ്മൾ എഴുതി വെക്കും കേട്ടോ, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടുത്ത സർവീസിനുള്ളതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് വാട്ടർ സർവീസിനുള്ള സുഹൃത്തുക്കളെ, നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തി. ടോട്ടലിൻ്റെ സർവീസ് സെൻറ്ററിലാണ് എത്തിയത്. അവിടെ ഫുള്ള് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫുൾ സർവീസാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ വേണ. ഫുൾ സർവീസ് എന്ന് പറയുമ്പോൾ വണ്ടിയിൽ ഗ്രീസ് ചെയ്യും, പിന്നെ അടി മൊത്തം ക്ലീൻ ചെയ്യും. അടിയൊക്കെ വാങ്ങിയ ഫുള്ള് ക്ലീൻ ചെയ്യും. ഗൈസ്, നമ്മളെ വണ്ടി നോക്കി ഫുള്ള് വെള്ളം അടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ സോപ്പിടും, ഷാമ്പു ഇടും ഗൈസ്. നമുക്ക് കണ്ടോ, ഇത് ഫുള്ള് അവർ വെള്ളം അടിച്ച് മൊത്തം ചെളിയെല്ലാം തെറിക്കും. ഈ മഴ ആയതുകൊണ്ട് മൊത്തം ഫുള്ള് ചെളിയായിരുന്നു, വണ്ടി മൊത്തം ഫുള്ള് ചെളിയായിരുന്നു. അപ്പോൾ ഒരു മൊത്തം ഇനിയിപ്പോൾ കഴുകി ഇറക്കും ഫുള്ള്. പിന്നെ ഈ വണ്ടിയിൽ ഗ്രീസും ചെയ്യണമല്ലോ, ലോഡ് പോണോണ്ട് ഈ വണ്ടിയിൽ ഗ്രീസും ചെയ്യും അവർ. ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾക്ക്. മുഷിലായി കഴിഞ്ഞ തവണയും നമ്മൾ സർവീസ് ചെയ്തില്ല. കഴിഞ്ഞ തവണ സർവീസ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പം പിന്നെ മഴയായി ഫുള്ള് വെള്ളക്കെട്ടും ഈ മഴയും അതും ഇതും ആയിട്ട് ഈ ഒരു കഴിഞ്ഞ മാസം അങ്ങ് പോയി. പിന്നെ ഈ മാസം നമുക്ക് ഇപ്പോൾ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മൊത്തം ചെളിയായി, ഈ വണ്ടി മൊത്തം ചെളിയും അതും ഇതുമായി കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വല്ലാത്ത അവസ്ഥയാണ് ഇവിടെ. പുറത്തൊക്കെ വർക്ക് ചെയ്യണവരെയൊക്കെ ഓപ്പാട് വരും കേട്ടോ. കഷ്ടമാണ്. നാട്ടിലുള്ളവരെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ എന്തോന്ന് സുഖമെന്നാണ് വിചാരം. നമുക്കല്ലേ അറിയോ ഇവിടെ പണിയെടുത്ത് ഓപ്പാട് വരുന്നത്. അങ്ങനെ അവർ വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഷാമ്പുവാണ്. ഫുള്ള് ഷാമ്പു ഇട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കാണിച്ചു തരാം ഞാൻ.
is left is right. Chasing stars and holding you. I can't see the end, but we'll see it through. അവർ ഫുള്ള് അകത്ത് ഫുള്ള് പുറത്ത് ഷാമ്പൂ ഇട്ട് അടിച്ചിട്ടാണ് അവർ പിന്നെ അത് തേച്ചൊരച്ച് കഴുകും. ഉരച്ചെന്നല്ല തേച്ച് കഴുകും. ഫുള്ള് ഷാമ്പൂ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ ആവും. ഗ്ലാസ്സൊക്കെ കഴുകുന്നുണ്ടോ ഗൈസ്? ഫ്രഷ് ഇട്ടാണല്ല. ഫുള്ള് ക്ലീൻ ആക്കും അവർ. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. സുഹൃത്തുക്കളെ, അങ്ങനെ ഏകദേശം നമ്മുടെ വാട്ടർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇതിന് ഗ്രീസ് ചെയ്യണം. അത് എവിടേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. വാട്ടർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇത് അവർ തുടയ്ക്കും, അങ്ങനെ കുറച്ച് പരിപാടിയാണ്. ഗ്രീസ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടെ നമ്മുടെ ലോഡ് ചെയ്യണതിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ അവിടെ ഗ്രീസ് ചെയ്ത് ഇനി പിന്നെ ദാണ്ട് ഇവിടെ അത് കണക്കൊരു പോയിൻ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുക ഗ്രീസ്. പ്ലേറ്റിലെ പിന്നെ ഇതിന് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ലോഡ് നല്ല ലോഡ് വരുമ്പം ഒന്ന് വിടാം. ഗ്രീസ് പമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ അവിടെ ഗ്രീസ് ചെയ്യണം കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ മോനെ കണ്ട വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകും മനുഷ്യൻ. ഇവിടെ ഓപ്പാട് വരണം മോനെ. നമ്മൾ ഗ്രീസൊക്കെ ചെയ്ത് ബാക്കിൽ ചെയ്ത് പിന്നെ അവിടെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ താണ്ട് ഓയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഓയിലല്ല, കുറച്ച് ഡീസൽ അടിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു തിളക്കത്തിന് വേണ്ടി ഒരു ഡീസൽ അടിക്കുന്നുണ്ട്. ഡീസലും കൂടി അടിച്ചിട്ട് നമ്മൾ നേരെ ഇത് ഇറക്കുന്നു, വണ്ടി ഇറക്കുന്നു, നേരെ അവിടെ കൊണ്ടിടുന്നു. അവിടെ അവർ ഇത് മൊത്തം തുടച്ച് തരും, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി തരും. അതുകൂടി ആകുമ്പോൾ നമ്മളെ വാഷിങ് കഴിയും. പുതിയ പുള്ളി നല്ലപോലെ വാഷ് ചെയ്യും കേട്ടോ. വണ്ടി ഇതിലായിട്ട് വാഷ് ചെയ്യും. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരമായിരുന്നു, ഞാനൊരു 10:30 വന്നതാണ്. ക്ലിയറായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടി വാഷിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ ഈ ടയറിൻ്റെ അവിടെ ഒന്ന് ഗ്രീസ് ചെയ്യണം. ടയറിൻ്റെ അവിടെ അത് ആ പുള്ളി ചെയ്യുന്നുണ്ട് ഗൈസ്. ടയറിൻ്റെ അടിയിലായിട്ട് ഒരിത് വരുന്നുണ്ട്. അവിടെ കുറച്ച് ഗ്രീസും കൂടി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമുക്കിതിന് ഒന്ന് തുടച്ചൊന്ന് സെറ്റാക്കി എടുക്കാം വണ്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി തുടയ്ക്കാനായിട്ട് അടുത്തൊരു സെക്ഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം തുടയ്ക്കും വണ്ടി സെറ്റാക്കി, ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കും ഗൈസ്. വണ്ടി തുടച്ച് എയർ ഓടിച്ച് വെള്ളം എല്ലാം മാറ്റി നമുക്ക് തരും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഞാൻ തന്നെ തളർന്നു. ഈ പണിയെടുക്കണവരെ സമ്മതിക്കണമല്ലേ ചൂട് സമയത്ത്. അങ്ങനെ കാഴ്ച നമ്മൾ ബില്ല് എഴുതാൻ വന്നു. നമ്മളെ വണ്ടി അവിടെ
തുടച്ചവർ ക്ലീൻ ചെയ്യണേ. 9285 92285 ബില്ല് കൊണ്ടുവന്നില്ലെങ്കിൽ കമ്പനി നമുക്ക് പൈസ തരില്ല. വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് 63 dirhams ആയി കേട്ടോ. 69 dirhams ആയിട്ടുണ്ട്. നമുക്കിതും കൊണ്ട് നേരെ നമ്മളെ വണ്ടിയുടെ അടുത്ത് പോകാം. ഫുള്ള് അവർ വണ്ടി തുടച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് ഗൈസ്, സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇവിടുത്തെ സർവീസൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ ഇവിടെ വന്ന് അജ്മാനിൽ വരണമെങ്കിൽ ജറഫിൽ വരണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്താൽ മതി. നല്ല സർവീസാണ്. വന്നപ്പോൾ അവർ 2 ഡോറൊക്കെ തുറന്നിട്ട് നല്ല ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഞാൻ മൊത്തം വണ്ടി ക്ലീൻ ചെയ്ത് ഗൈസ്, ഫുള്ള് ക്ലീൻ ചെയ്ത്. ഓക്കെ ഗൈസ്, അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി. നമുക്ക് നേരെ ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, വണ്ടി നീറ്റാക്കി അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. പക്ഷെ അവരെ സമ്മതിക്കണം, ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള പണിയെടുക്കണവരൊക്കെ കഷ്ടം തന്നെ. ഞാൻ പുറത്തുനിന്ന് ഞാൻ കണ്ട ഉരുകിയണ്ട, എനിക്ക് തന്നെ കണ്ണ് തുറക്കാൻ വയ്യ, അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. കഷ്ടം തന്നെ. ഇവരൊക്കെ പണിയെടുക്കുന്ന ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പണിയെടുക്കണവരൊക്കെ സമ്മതിക്കണം ഗൈസ്. നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി കമ്പനിയുടെ അവിടെ കൊണ്ടിട്ട് മൊത്തം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അവിടുത്തെ നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അപ്പം ബൈ.